Hello guys, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 8 Proയുടെ ഒരു ഫുൾ റിവ്യൂ ആണ്. Redmi Note 8 Pro എന്ന ഡിവൈസ് നമ്മൾ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആദ്യം പറയാം. 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഡിസ്പ്ലേയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങി ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അമോൾഡ് ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് പറ്റിയാണ്. 16,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 15,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അമോൾഡ് കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൽ HDR സപ്പോർട്ടഡ് ആയതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ട് നല്ല കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെയുള്ള നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. സോ IPS ഡിസ്പ്ലേ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ ഷവോമി സ്മാർട്ട് ഫോൺസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലൊരു പ്ലാസ്റ്റിക് ബോഡിയൊക്കെ ഉള്ള ഒരു വൃത്തികെട്ട ഡിസൈൻ ആയിരുന്നു. അത് Redmi Note 7 Pro വന്ന സമയം അവരത് ചേഞ്ച് ചെയ്തു. അപ്പം ആ ഒരു ടൈപ്പുള്ളൊരു ഡിസൈനാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കോണും കോർല ക്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. ബാക്കിലെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്യാമറ ബമ്പ് തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെനിക്ക് ചെറിയൊരു ഡിഫോൾട്ടായിട്ട് തോന്നി. കാരണം നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ നേരെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റത്തില്ല. കാരണം ആ ക്യാമറ ബമ്പ് തള്ളിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഒരു ബാക്ക് കേസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്യാമറയുടെ ആ ഒരു മൊഡ്യൂളിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്പിൽ വെച്ചാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഏകദേശം 200 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്. അതുപോലെ നല്ല നീളമുള്ളൊരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് യൂസ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കത്തില്ല. കയ്യിൽ പിടിക്കുന്ന സമയത്ത് താഴെ വഴുതി പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ ബാക്ക് കവർ ഇട്ട് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ബാറ്ററി പെർഫോമൻസിലേക്ക് വരാം. ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഫുൾ ചാർജ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ 0 നിന്ന് 100% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 2.25 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം 50% ചാർജ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കയറുന്നുണ്ട്. ഇനി ഡ്രെയിനേജ് നോക്കിക്കഴിഞ്ഞാൽ 2 ദിവസം നോർമൽ യൂസ് ആണെങ്കിൽ 2 ദിവസം നിങ്ങൾ ഫുൾ ചാർജ് ചെയ്ത ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ 2 ദിവസം സുഖമായിട്ട് ഈ ഒരു ബാറ്ററി ഡ്രെയിനേജ് 2 ദിവസം ഫുള്ളായിട്ട് നിൽക്കും. 2 ഡേയ്സ് ഫുള്ളായിട്ട് നിൽക്കും ഒരു 100% ചാർജുള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ. ഇനി ഹെവി യൂസേജ് അതായത് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം എന്തായാലും സിമ്പിളായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഓക്കെ, ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഒരു ഗെയിം അതായത് ഒരു ഗെയിം കളിച്ചപ്പോൾ ഏകദേശം 3-4% മാത്രമാണ് ചാർജ് ഇറങ്ങുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മീഡിയാടെക്കിൻ്റെ G90 എന്ന പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ മീഡിയാടെക്ക് വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. G90 T ഇട്ടിട്ട് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി PUBG പോലുള്ള ഗെയിംസ് കളിച്ച് നോക്കിയിട്ടുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ ഒരു ലാഗുമില്ല. ഞാൻ അൾട്രാ ഹൈയിലാണ് കളിച്ചത്. അൾട്രാ ഹൈ സെറ്റിങ്സിലാണ് രണ്ടും FPS അതേപോലെ തന്നെ റെസൊല്യൂഷനും അൾട്രാ ഹൈയിലിട്ടാണ് കളിച്ചത്. ഒരു കാര്യങ്ങളും ഒരു ഫ്രെയിം ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെട്ടിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം കളിച്ചപ്പോൾ മാത്രമാണ് ചെറുതായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് വരാൻ തുടങ്ങിയത്. അതും ഹീറ്റിംഗ് വരുന്നത് ക്യാമറയുടെ സൈഡിലും ക്യാമറ ബമ്പിൻ്റെ ചുറ്റിനും ഒരു ചെറിയ ഹീറ്റിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ SIM കാർഡ് ഇടുന്ന സ്ലോട്ടുണ്ട്, ആ ഒരു സ്ലോട്ടിലും ചെറുതായിട്ടുള്ള ഒരു ഹീറ്റിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം പിന്നെ ഒരു 1-1.5 മണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് ബോഡി ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് നിങ്ങൾ ആ ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റിംഗ് അപ്പോൾ തന്നെ പോവുകയും ചെയ്യും. ഗെയിം കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്ക് കവർ ഊരി വെച്ചിട്ട് മാത്രം ഗെയിം കളിക്കുക. ഓക്കെ, അത് ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണ് ബാക്ക് കവർ ഇട്ടിട്ട് നിങ്ങൾ ഗെയിം കളിക്കുന്നത്. അതായത് എക്സ്ട്രീം ഗെയിമിംഗ് ആണെങ്കിൽ, നോർമൽ ഗെയിമിംഗ് ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ 1-1.5 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുകയാണെങ്കിൽ ബാക്ക് കേസ് ഊരി വെച്ചിട്ട് ഗെയിം കളിക്കുക. ഇനി ബാറ്ററിയുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ 100% ചാർജ് ആക്കിയിട്ട് ബാറ്ററി ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ബാറ്ററിയുടെ ലെവൽ എപ്പോഴും ഒരു 30-90% ഇടയ്ക്ക് തന്നെ നിർത്താൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് തന്നെ ചാർജ് ചെയ്യുക. 1 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ മാത്രം മതി. ഫുൾ ചാർജ് ആക്കേണ്ട കേസൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ പറ്റി അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ചെയ്യുന്നത്. ഫേസ് അൺലോക്ക് ഉണ്ട്. ഞാൻ ഫേസ് അൺലോക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വെച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഫേസ് അൺലോക്ക് നമ്മളിപ്പം ഫോൺ ഇങ്ങനെ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഫേസ് അൺലോക്ക് ആയിട്ട് അത്രയ്ക്ക് സ്പീഡാണ് ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നത്.
ഇനി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ MIUI 10 എനിക്ക് ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് MIUIയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ MIUI എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിൽ ആ ഒരു OSലേക്ക് ഒരു 10 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ പല യൂസേഴ്സിന് വേണ്ടി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ തന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ്, അതായത് ആപ്പ് ലോക്ക്, ആപ്പ് വാൾട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ആപ്പിലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വെക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറും MIUIയിലുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ MIUIയിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പല കേസിൽ നമുക്ക് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് വരുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന ഫീച്ചർ പക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്. ഓട്ടോ ബ്രൈറ്റ്നസ് ബാക്കിയുള്ള സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത്, ഔട്ട്ഡോറിലൊക്കെ പോകുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു സ്മാർട്ട് ഫോണിൽ വേണ്ട എല്ലാ സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. സെൻസേഴ്സ് എല്ലാം തന്നെ വളരെ പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടൊരു സെൻസറാണ് IR ബ്ലാസ്റ്റർ. അത് ഷോമിയുടെ എല്ലാ ഡിവൈസിനും ഉണ്ട്. IR ബ്ലാസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് AC, TV പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്തിൽ ബാക്കിൽ നമുക്ക് 4 ക്യാമറ കാണാൻ സാധിക്കും. 64+, 8+2+2, ഒരു മാക്രോ, ഒരു ടെലിഫോട്ടോ, ഒരു അൾട്രാ വൈഡ്, ഒരു പ്രൈമറി ലെൻസ്. ഡിഫോൾട്ട് ക്യാമറ എന്ന് വരുന്നത് 64 MB പ്രൈമറി ക്യാമറ വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 20 MB ഒരു സെൽഫി ഷൂട്ട് കാണാൻ സാധിക്കും. ഈ നമ്മുടെ Redmi Note 8 Proയുടെ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ നിന്നും. 64 MB ഇമേജൊക്കെ എടുത്തിട്ട് നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. സൂം ചെയ്യുമ്പോഴും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഒരു രക്ഷയില്ലാത്ത വീഡിയോ സ്റ്റെബിലൈസേഷനാണ്. നമ്മളൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വീഡിയോ സ്റ്റെബിലൈസേഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അതും അൾട്രാ വൈഡിലും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ പ്രൈമറിയിലും വീഡിയോ സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം താല്പര്യമുള്ളവർക്ക് എല്ലാം തന്നെ മേടിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിരുന്ന ബെല്ലൈക്കൻ കൂടി ഇതിലേക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.